ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഒരു വിഷയം കൂടി ഡയറക്റ്റ് വികസന സംവാദത്തിന് ഇറങ്ങുകയാണ്. അത് ആർക്ക് ഗുണം ചെയ്യുമെന്നാണ് എസ്കെൻ കരുതുന്നത്? എനിക്കൊരു നല്ല തീരുമാനമായിട്ടാണ് തോന്നുന്നത്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കുറേ അധികം വിവാദ വിഷയങ്ങൾ നമ്മുടെ ഇലക്ഷൻ രംഗത്തുണ്ട്. അപ്പോൾ മാത്രം ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ വോട്ടെടുക്കുന്നതിന് മുമ്പ് കേരളത്തിന് എന്ത് സംഭവിക്കുമെന്ന് അറിയാനായിരിക്കുമല്ലോ മിക്കവാറും സമ്മതിദായകർക്ക് താല്പര്യം. മാത്രമല്ല ഞാൻ ഈ വി ഡി സതീശനോടും മുഖ്യമന്ത്രിയോടും ഇന്ന് നമ്മുടെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൊക്കെ നേരിട്ട് സംസാരിച്ചതാണ്. അപ്പോൾ ഞാൻ വ്യക്തിപരമായിട്ടും ചോദിച്ചു, കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണോ എന്ന് ചോദിച്ചപ്പം എല്ലാവർക്കും ഒരേ അഭിപ്രായം, വികസനവും കേരളം മുന്നോട്ട് എങ്ങനെ പോകും എന്നുള്ളതൊക്കെ തന്നെയാണ് ചർച്ച ചെയ്യേണ്ടത് എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം സധൈര്യം പ്രതിപക്ഷ നേതാവ് ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ ഏറ്റെടുക്കുമ്പോൾ ഒരു ചെറിയ പ്രശ്നം, ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് കാണിച്ചൊരു വിവരക്കേട് എനിക്ക് എപ്പോഴും ഓർമ്മ വരും. ഞാൻ വിചാരിച്ചു എൻ്റെ നാവിന് നല്ല അനർഗളമായിട്ട് ഒഴുകാനുള്ളൊരു കഴിവുണ്ട്, ഒരുപാട് വാക്കുകൾ എൻ്റെ കയ്യിലുണ്ടെന്നൊക്കെ കരുതി ഞാൻ ഒരാളോട് ഏറ്റുമുട്ടാൻ പോയി. അവസാനം അയാൾ എന്നെ എടുത്ത് ഭിത്തിയിലൊട്ടിച്ചു എന്ന് മാത്രമല്ല ആ ഡിബേറ്റ് ഞാൻ തകർന്ന് തരിപ്പണമായി പോയി. അപ്പോൾ നമുക്ക് ആരെ അങ്ങനെ അണ്ടർറേറ്റ് ചെയ്യാൻ പറ്റുന്ന പരിപാടിയല്ല ഈ സംവാദം. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ വികസന സങ്കല്പങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. നല്ലൊരു ഡിബേറ്ററാണ് വി ഡി സതീശൻ, എന്നാൽ മുഖ്യമന്ത്രി പഠിച്ച കാര്യങ്ങൾ പറയുന്ന ഒരു മുഖ്യമന്ത്രിയുമാണ്. അപ്പം യഥാർത്ഥത്തിൽ ഇത് സംഭവിക്കണം. കേരളത്തിലെ ജനങ്ങൾക്ക് അറിയേണ്ടത് എന്താണ് ഈ രണ്ട് മുന്നണികളും അല്ലെങ്കിൽ മൂന്ന് മുന്നണികളും മനസ്സിൽ വെച്ചിരിക്കുന്നത്. ഭാവി കേരളം ഉയർത്തുന്ന കുറേ അധികം വെല്ലുവിളികളുണ്ട്, മറ്റൊരു സംസ്ഥാനത്തിനും ഇല്ലാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പം പശ്ചിമേഷ്യയിൽ തന്നെ സംഘർഷം വളരുമ്പോൾ കേരളത്തിലേക്ക് ഈ പ്രവാസികൾ മടങ്ങി വരുമോ അങ്ങനെയൊക്കെ നമുക്ക് ഭയക്കാം. കാരണം ദ മോസ്റ്റ് സേഫ് സിറ്റി ഇൻ ദ വേൾഡ് എന്നൊക്കെ പറയുന്ന പല രാജ്യങ്ങളും ഇപ്പോൾ വെല്ലുവിളികൾക്ക് മുന്നിലാണ് എന്ന് പറയുന്ന അവസ്ഥയുള്ളപ്പോൾ അവിടെ ഇനി ആജീവനാന്തം കഴിയേണ്ട എന്ന് കരുതി കേരളത്തിലേക്ക് വന്ന് എന്തെങ്കിലും ചെയ്യാം എന്ന് നമ്മുടെ പ്രവാസികൾ കരുതിയാൽ നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ പ്രവാസികൾ മടങ്ങി വന്നാൽ അതൊരു വിഷയമാണ്. അതുപോലെ നമ്മുടെ കുട്ടികൾ വിദേശത്ത് കൂടുതൽ കടന്നു പോകുന്നു. ഇതൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊക്കെ എന്താണ് ഈ മുന്നണികൾ മനസ്സിൽ വെച്ചിരിക്കുന്നത് എന്നറിയാനുള്ള അവകാശം നമ്മുടെ ഓരോ വോട്ടറിനുമുണ്ട്. അതിലേക്ക് ഈ സംവാദം പോവുമെങ്കിൽ വളരെ നല്ലതാണ്. ഈ സംവാദം നടക്കേണ്ടതാണ്. നടന്നാൽ അതൊരു പക്ഷേ ഈ നാടിന് പ്രയോജനം ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഇവർക്ക് രണ്ടുപേർക്കും എത്രയോ കാലത്തെ രാഷ്ട്രീയ പരിചയമുണ്ട്, പൊതുപ്രവർത്തന രംഗത്ത് പ്രാഗൽഭ്യമുണ്ട്. അവർ ഏറ്റുമുട്ടട്ടെ. അവർ പറയുന്ന കാര്യങ്ങൾക്കിടയിൽ നമുക്ക് അവരെ വിലയിരുത്താനുള്ള അവസരവും കിട്ടും. അതാണ് എൻ്റെ അഭിപ്രായം. നടക്കണമെന്ന് തന്നെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.